പണ്ട് കാലം മുതൽ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ ജന്മിമാരായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു നമ്മുടെ ഗോപി പണിക്കർ. ഇപ്പോൾ ചൂര്യോടല്ല, അയാൾ ഈ 3-4 സ്ഥലങ്ങളിലൊക്കെ അയാൾക്ക് വീടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ ഇങ്ങനെ മത്സരിക്കുന്നതായിട്ട് നമുക്ക് ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ട്. അയാൾ പാലക്കാട് ബേസ് ചെയ്തുകൊണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പാണ്. എന്താണ് അതിൻ്റെ പേര്? അയാളൊരു പ്രശസ്തനായിരുന്നു. അത് മക്കളൊക്കെ മരിച്ചു പോയി കുറേയൊക്കെ. എന്നാലും അയാൾ ഇവിടുത്തെ വലിയൊരു ജന്മി. ഞങ്ങളെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അന്ന് ഈ കാഞ്ഞിരപ്പുഴ ഡാം ഇത്രയേറെ വികസിക്കാത്ത സമയമാണ്. അന്ന് പുഴയിൽ ഇഷ്ടംപോലെ വെള്ളം എപ്പോഴും ഉണ്ടാവും. 365 ദിവസം വെള്ളം ഉണ്ടാവും. ഇപ്പോൾ വെള്ളം നിറഞ്ഞു വെച്ചിട്ടാണല്ലോ ഇവിടുന്ന്. അന്ന് എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം പിന്നെ കുട്ടികളൊക്കെ കൂടിയിട്ട് പുഴയിൽ പോയി ചാടലും അതിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ മാങ്ങ കയറിയലും ഒക്കെ സ്ഥിരം പരിപാടിയായിരുന്നു. അതൊക്കെ ഒരു ലൈഫാണ്. എന്നുവെച്ചാൽ അത്രയേറെ സന്തോഷം ഉള്ളൊരു ജീവിതം പിന്നീട് ഉണ്ടായിട്ടില്ല. അത്ര സന്തോഷകാലമായിരുന്നത്. കണ്ണോടുകൂട പ്രശസ്തമുള്ള കൂടിയാണ്. ഇതെൻ്റെ ഭാര്യ സാവിത്രി. കല്യാണം കഴിഞ്ഞത് 1983 ഏപ്രിൽ 17 എനിക്കൊരു മകനും ഒരു മകളുമുണ്ട്. സ്വന്തം വീട്ടിൽ എനിക്കൊരു ചേച്ചിയുണ്ട്, ഒരു അനിയൻ ഉണ്ട്. അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഇതിനിടയ്ക്ക് മരിച്ചുപോയി. അച്ഛനും മരിച്ചു. അച്ഛൻ എന്താ ചെയ്തിരുന്നേ? അച്ഛൻ തമിഴ്നാട്ടിലായിരുന്നു. അവിടെ ഒരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു എല്ലാവരും. ചേച്ചി പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലായിരുന്നോ? അതെ. ആണല്ലേ? തമിഴ്നാട് സേലം മേട്ടൂർ എന്ന് പറയും. അവിടെ മേട്ടൂർ എന്താ പ്രത്യേകതയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ മേട്ടൂർ ഡാമാണ് ഏറ്റവും വലിയ, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാമാണ് അവിടെ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാമാണ്. ഡാം പാർക്ക് അങ്ങനത്തെ അത് തന്നെയാണ്. അപ്പൊ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാം മേട്ടൂർ ഡാമായിരുന്നു അവിടുത്തെ. ഇപ്പോഴും തന്നെയാണല്ലോ അല്ലേ? ഇപ്പോഴും തന്നെയാണ്. അപ്പൊ ഏറ്റവും നല്ല ഓർമ്മകളുള്ള സ്ഥലമായിരിക്കും അല്ലേ? അവിടെയാണ് എന്റെ കുട്ടിക്കാലൊക്കെ അവിടെയായിരുന്നു. അമ്മ വീട്ടമ്മയായിരുന്നു. അച്ഛൻ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഒരു അനിയനാണുള്ളത്, പിന്നെ ചേച്ചി. കല്ലടിക്കോട് അച്ഛൻ ജോലി റിട്ടയർ ചെയ്ത് ആ സമയത്ത് അങ്ങനെ വന്നതാണ്. അതിന്റെ മുമ്പേ ഞങ്ങളുടെ അമ്മയുടെ വീട് മണിക്കശ്ശേരി പറയും. മണിക്കശ്ശേരിയായിരുന്നു. എനിക്കൊരു മകൻ, ഒരു മകളും. മകള് വിദ്യ, അവള് ഒറ്റപ്പാലത്താണ്. അവളെ കല്യാണം കഴിച്ചോട് കോങ്ങാടാണ് അവൻ്റെ വീട്. അവൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. മകള് മുണ്ടൂർ ഹൈസ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ അവൾക്ക് 2 കുട്ടികളെ, ഇരട്ട കുട്ടികളാണ്. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി. മകനൊരാൺകുട്ടി. മരുമകൾ പിന്നെ അവിടെ പാണിയംകുളം. ചേച്ചി ഇത്ര വർഷമായിട്ട് അല്ലേ ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ? അപ്പോൾ പലപ്പോഴും നമ്മുടെ ഗോപിയേട്ടൻ ഈ പഞ്ചായത്തിൻ്റെ തിരക്കും എന്താ പറയുന്നത് സൊസൈറ്റിയുടെ തിരക്കുമായിട്ട് പലപ്പോഴും തിരക്കായിരിക്കും അല്ലേ? അപ്പോൾ ഈ തിരക്കിൽ ഇത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴയ ഒരു വീടായിരുന്നെന്നും ഇവിടെ പണ്ടൊരു ഹോട്ടലുണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നു. നമ്മളുടെ തച്ചമ്പാറ ഇപ്പോൾ വല്ലാതെ വികസിച്ചു പോയി. പിന്നെ പഴയ തച്ചമ്പാറയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കാണാനും ഇല്ല. കാരണം ഒരുപാട് വലിയ കയറ്റങ്ങളും വലിയ ഇറക്കങ്ങളും ഉണ്ടായിരുന്ന ഉള്ള തച്ചമ്പാറയിൽ നിന്ന് മാറി ഇപ്പോൾ വല്ലാണ്ട് മാറിപ്പോയി. അപ്പോൾ ഇത്ര കാലത്തെ ഈ എന്താ പറയുക സൊസൈറ്റി ജീവിതം, ഏറ്റവും കൂടുതൽ സൊസൈറ്റി ആണല്ലോ അല്ലേ? സൊസൈറ്റി ജീവിതവും പഞ്ചായത്ത് ജീവിതവും നൽകിയ പാഠങ്ങൾ ഒരുപാട് പേരെ അറിയാം. നമ്മുടെ പഞ്ചായത്തിൽ മുക്കും മൂലയും അരിച്ചു വിറക്കിയ നമ്മുടെ പഴയ ഒരു പഴനി മാഷുണ്ടായിരുന്നു. അതേപോലെ ജാതി മത വ്യത്യാസം വർഗ ഭേദമില്ലാതെ, അതൊരു പ്രത്യേകതയാണ് അല്ലേ? അത് തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിലും ഇതേ ഒരു കാര്യമുണ്ടല്ലേ? അപ്പോൾ നാട്ടിലേക്കൊക്കെ പോകാറുണ്ടോ? നാട്ടിലേക്ക് പോകാറുണ്ട്. പിന്നെ ഓണത്തിനൊക്കെ ഇവിടെ മാവേലി വരും തോന്നുന്നു അല്ലേ? മുമ്പൊക്കെ കഴിഞ്ഞ വർഷം അതിൻ്റെ 10 വർഷം ഇല്ല. അതിന് മുമ്പൊക്കെ സ്ഥിരം വന്നിരുന്നു. ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു ഇവിടെ, കേബിള്. ഇപ്പോഴും ഇവിടെ തന്നെയാണത്. പക്ഷേ ഇപ്പോൾ വേറെ ആളാണ് ചെയ്യണമെന്ന്. സംഭവമൊക്കെ ഇവിടെ തന്നെയാണ് ആണല്ലേ? അപ്പോൾ അത് ആ കാലത്ത് ഈ കേബിളില് പിന്നെ മാവേലി വരിക എന്നൊക്കെ പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന് വലിയ സന്തോഷമാണ്. അതെ. അപ്പോൾ ആദ്യം തുടങ്ങാൻ നമ്മളെ ഇവിടുന്ന്
മാവേലിയായിട്ട് സ്ഥിരം ഒരാളുണ്ടായിരുന്നല്ലോ ആ അതുണ്ടപ്പോഴുണ്ട് മണർക്കാടുണ്ട്. അല്ലേ? ആ ഒരു വയറൊക്കെ ഉള്ള അത് സ്ഥിരം വരാറുണ്ട്, ഇപ്പോഴും റോഡ് സൈഡിലൊക്കെ കാണാറുണ്ട്. അതെ, ഇപ്പം 2-3 കൊല്ലം ആയിട്ടില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ശരിക്ക് ചോറ് കിട്ടുന്നത് ഓണത്തിനാണ്. ഓ, അങ്ങനെ ഒരു കാലഘട്ടം. ഓണം ശരിക്കും ചോറ് സദ്യയുടെ മാത്രമല്ല, കൂട്ടുകാരെല്ലാം കൂടി കിട്ടിയ ഒരു കളിയുണ്ട്, ഊഞ്ഞാല് കളി. ഓണത്തിന് നമ്മള് ഓണക്കളി, ഊഞ്ഞാലിട്ട് കളി, അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ പന്ത് കളി. തമിഴ്നാട്ടിലെ ഓണക്കളി ഇല്ലല്ലോ അല്ലേ? തമിഴ്നാട്ടിലെ ഓണം, തമിഴ്നാട്ടില് ഏതായിരുന്നു? ദീപാവലി ആയിരുന്നു. ദീപാവലി അവിടെ നല്ല ആഘോഷമാണല്ലോ അല്ലേ? ദീപാവലി ഭയങ്കരമാണ്. അവിടുത്തെ ദീപാവലിയാണ് ഇഷ്ടം, ഇവിടുത്തെ ഓണാണ് ഇഷ്ടം. ഇവിടെ വന്നിട്ട് ഒരുപാട് വർഷമായില്ലേ, അതുകൊണ്ട് ഓണം തന്നെ ആയിരിക്കും അല്ലേ? അല്ല, പക്ഷെ നമ്മളൊക്കെ ഒരുപാട് മാറിപ്പോയി. നമ്മുടെ സംസ്കാരം മാറി, ഇൻസ്റ്റന്റായി. അത് വലിയ പ്രശ്നത്തിലേക്ക് മാറി. ഓണൊക്കെ ഇൻസ്റ്റന്റാ, ഒക്കെ പായസം വാങ്ങുക. അതെ അതെ അതെ. മറ്റേ ഓണം ഒന്നും വീട്ടിലുണ്ടാക്കുന്നില്ല. പണ്ടൊക്കെ കല്യാണങ്ങളൊക്കെ അല്ലേ, കല്യാണത്തൊക്കെ വീട്ടിൽ ഉണ്ടാക്കി എല്ലാവരും കല്യാണമൊക്കെ ഇവിടെ ഈ സാരിയൊക്കെ കെട്ടി പന്തലൊക്കെ ഇട്ട് ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ അല്ല, മേളിലെ ഓക്കെ ഓക്കെ. വേറെ അന്നൊന്നും ഇല്ലത്. അല്ല, അന്ന് ആളുകളൊക്കെ അയൽവക്കാരൊക്കെ ഓടി വന്ന് സഹകരിക്കുക, 2-3 ദിവസത്തെ പരിപാടികള്. അന്ന് ഈ ഓഡിറ്റോറിയം ഒന്നും ഇല്ല. ഇപ്പൊ നമുക്ക് ഓഡിറ്റോറിയത്തിൽ പോകണമെങ്കിൽ അതൊന്നും ഇല്ല. വീട്ടിൽ തന്നെ പന്തലൊക്കെ ഇട്ടിട്ട്, പിന്നെ ആളിന്റെ കല്യാണം ആയതുകൊണ്ട് ഒരേ സമയത്ത് ആള് വരുന്നില്ല, പാർട്ടിയല്ലേ. അപ്പൊ നമ്മള് ഗോപിയേട്ടന്റെ വീട്ടിൽ, പുത്തൂർ ഗോപിയേട്ടന്റെ വീട്ടിലായിരുന്നു ഇത്ര നേരം. ഒരുപാട് ചരിത്രങ്ങളാണ്, നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. ഇതില് പഴയ നീലിമ ഹോട്ടലിലേക്ക് വന്ന പോലെ ആയിപ്പോയി എനിക്ക്. കാരണം അത്രയും ആ ഹോട്ടലിൽ നിന്ന് കേൾക്കുമ്പോൾ തച്ചമ്പാറയിൽ ജനിച്ച ആരും ആദ്യം പറയുന്നത് നീലിമ ഹോട്ടലിനെ കുറിച്ചാണ്. എന്തായാലും ഗോപിയേട്ട, ഒത്തിരി സന്തോഷം. ഇത്ര നേരം മധുരമിഠായിക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒത്തിരി സന്തോഷം. എന്തായാലും ഇത്ര നേരം ഈ തച്ചമ്പാറ ചരിത്രവുമായി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. തച്ചമ്പാറ ഈ മധുരമിഠായി സംഘാടകർ ഒട്ടേറെ ഇത്തരത്തിലുള്ള അറിയാത്ത കാര്യങ്ങളെ പുതുതലമുറയ്ക്ക് അറിയിക്കുകയും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ നടത്തി. മധുരമിഠായിയുടെ എല്ലാ പ്രവർത്തകർക്കും ആശംസകൾ നേരുന്നു. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപൂ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സൗഹൃദ